ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ലല്ലു ഓഫീസിൽ പോയി തുടങ്ങി. പക്ഷേ ഇപ്പോൾ എന്നും വീട്ടിൽ വരും. അത് വീട്ടുകാരുടെ കണ്ണിൽ കല്ലുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ വരുന്നത് എങ്കിൽ അവളെ വേദനിപ്പിക്കാനായിട്ടാണ് എന്നും അവൻ വരുന്നത്. കല്ലു കോളേജിൽ പോയി തുടങ്ങി. ദേവുവിനോട് മിണ്ടും. കുറച്ചു ദിവസം ദേവുവിനോട് പിണങ്ങിയിരുന്നു. അവളോട് പറയാതെ എല്ലാവരും വയനാട്ടിൽ പോയ കാര്യം പറഞ്ഞു. ദേവുവും മിണ്ടണ്ട എന്ന് കരുതി തന്നെയായിരുന്നു ഇരുന്നത്. പക്ഷേ ആദ്യം അവളെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് പാവമാണെന്നും. അങ്ങനെ ദേവു കല്ലുവിനോട് മിണ്ടും. ആദിയോട് ഇതുവരെ കല്ലു മിണ്ടിയിട്ടില്ല. രുദ്രനോട് ഇപ്പോൾ ആദിക്ക് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. ദേവയെ മറന്നിട്ടല്ല, അവനെക്കുറിച്ചുള്ള ഓർമ്മകളും പൂവണിയാതെ പോയ പ്രണയവും അവളുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ട്. രുദ്രനും ഹാപ്പിയാണ്. അവനെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, അല്ലെങ്കിൽ അവൾ അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു എന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. അവരുടെ കല്യാണത്തിന് ഇനി 3 മാസം കൂടിയേ ബാക്കിയുള്ളൂ. അതിന്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ദേവുവിന്റെയും നന്ദന്റെയും വിവാഹം. ദേവ രുക്കു രണ്ടും കിരിയും പാമ്പും പോലെയാണ്. ദേവയ്ക്ക് എങ്ങനെയെങ്കിലും തന്റെ ഇഷ്ടം മനസ്സിലാക്കി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും രുക്കു പാഴാക്കാറില്ല. പക്ഷേ ദേവയ്ക്ക് രുക്കുവിനെ കാണുന്നത് തന്നെ കലിയാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ഓഫീസിൽ പോക്കും വരവും. ഡ്രൈവ് ചെയ്യുമ്പോൾ അവനോട് എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ അവിടെ ഇറക്കി വിടും രുക്കുവിനെ. അതവൾക്ക് അനുഭവമുള്ളത് കൊണ്ട് മിണ്ടാതെ ഇരിക്കും. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആകും മുന്നേ ഓഫീസിൽ പോയി തുടങ്ങി. ദേവ വീട്ടിലങ്ങനെ അധികം നിൽക്കാറില്ല. അജു, ശ്രീ രണ്ടുപേരും കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വീട് വാങ്ങി അങ്ങോട്ട് താമസമായി. എല്ലാവർക്കും അതിൽ സന്തോഷമാണ്. അരവിന്ദ് ജയിലിൽ തന്നെയാണ്. ഇല്ലീഗൽ ബിസിനസ് നടത്തിയതിന് തെളിവുകൾ ഉൾപ്പെടെയായിരുന്നു അന്ന് ലല്ലു അറസ്റ്റ് ചെയ്തത്. പോരാത്തതിന് അന്ന് ലല്ലുവിന് കൈക്കൂലി ഓഫർ ചെയ്തതും കൂടെ ചേർത്തു. കല്യാണം കഴിഞ്ഞു ഏതാണ്ട് 2 മാസമായിട്ടും ഇതുവരെ ലല്ലു കല്ലു വിരുന്നു പോയില്ല. രുക്കു ദേവ വന്നുപോയി. അങ്ങനെ ഇന്ന് ലല്ലു കല്ലുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സന്തോഷമായിട്ട് പോയിട്ട് വാ രണ്ടാളും, മുത്തശ്ശി അവളെ ചേർത്തു പിടിച്ചു പറഞ്ഞു. ചേട്ടത്തി, അവിടെ എത്തിയിട്ട് വിളിക്കേ, മാളു പറഞ്ഞു. കല്ലു എല്ലാവരോടും ചിരിയോടെ യാത്ര പറഞ്ഞിറങ്ങി. എല്ലാവരെയും വശത്താക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ലല്ലു പുച്ഛത്തോടെ ചോദിച്ചു. ഞാൻ ആരെയും വശത്താക്കിയിട്ടില്ല. എന്നെ സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിച്ചു, അത്രേ ഞാൻ ചെയ്തുള്ളൂ, കല്ലു മറുപടി പറഞ്ഞു. പിന്നെ സ്നേഹം, നീ എന്നായാലും അവിടുന്ന് പടിയിറങ്ങേണ്ടവളാണ്. അതുകൊണ്ട് കൂടുതൽ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട, ലല്ലു ഡ്രൈവിങ്ങിനിടയിൽ പറഞ്ഞു. ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങില്ല. നിങ്ങൾ എന്നെ എത്ര വെറുത്താലും ശരി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, ജീവനാ. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. അത് ലല്ലു ശ്രദ്ധിച്ചു. എന്നിട്ടും അവളോടൊരു സ്നേഹമോ ദയയോ ലല്ലുവിൽ തോന്നിയില്ല. പിന്നെ വീട് എത്തും വരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കല്ലു ലല്ലുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അവൻ അവൾക്ക് നേരെ ഒരു നോട്ടം പോലും നൽകിയില്ല. ഏട്ടാ, രുക്കു ലല്ലുവിനെ കണ്ടതും ഓടി വന്നവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കല്ലു ദേവയുടെ അടുത്തേക്ക് പോയി. രുക്കു, ഇതെന്ത് കോലമാ മോളെ, ആകെ ക്ഷീണിച്ചു, ലല്ലു അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അതിനവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആഹാ, ഏട്ടന്മാരും അനിയത്തിമാരും അവിടെ തന്നെ നിൽക്കുവാണോ, കയറി വാ, മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വന്നു. ലല്ലു എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കല്ലുമോളെ, ജാനകി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അമ്മയെ കണ്ടപ്പോൾ കല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു. സുഖമല്ലേ മോളെ, അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. കല്ലു ചിരിയോടെ മറുപടി പറഞ്ഞു. ലല്ലു ഇതൊക്കെ നോക്കി നിൽപ്പുണ്ട്. ജാനി, എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമോളെ. മക്കളിരിക്ക്, മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ എല്ലാവരും പരസ്പരം വിശേഷം പറച്ചിലും കഴിക്കലും തൊടിയിൽ പോക്കും ഒക്കെയായിരുന്നു. സന്ധ്യയായപ്പോൾ ശ്രീയും അജുവും വന്നു. പിന്നെ ആഘോഷം പോലെയായിരുന്നു ആ രാത്രി എല്ലാവർക്കും. ലല്ലു ഉച്ചയ്ക്ക് വന്നപ്പോൾ കല്ലുവിൻ്റെ മുറിയിൽ കയറിയിരുന്നു. പക്ഷേ കൂടുതൽ നോക്കാനൊന്നും പോയില്ല. പക്ഷേ രാത്രി കിടക്കാൻ പോയപ്പോൾ ലല്ലു നന്നായി നോക്കി. നല്ല വൃത്തിയും അടുക്കും ചിട്ടയും ഒക്കെയുള്ള ഒരു മുറി. ഷെൽഫിൽ അവളുടെ ഒരു ഡയറി ഇരിപ്പുണ്ട്. ലല്ലു അത് പോയി എടുത്തു. ഡയറി തുറന്നപ്പോൾ തന്നെ ഒരു പേപ്പർ താഴെ വീണു. ലല്ലു അതെടുത്ത് നോക്കി. അവൻ്റെ ഒരു ചിത്രമായിരുന്നു അത്. പെൻസിൽ ഡ്രോയിങ് ആണ്. ലല്ലു അത് മടക്കി ഭദ്രമായി അതിൽ വെച്ചു. ഡയറി തിരിച്ചു ഷെൽഫിൽ വെച്ച് തിരിഞ്ഞതും കല്ലു മുറിയിലേക്ക് കയറി വന്നു. ACP സാറിൻ്റെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞോ? കല്ലുവിൻ്റെ പുച്ഛം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ലല്ലുവിന് ദേഷ്യം വന്നു. പിന്നെ അവളുടെ വീടായതുകൊണ്ട് അവൻ അടങ്ങി. ഞാനിവിടെ എന്ത് തേങ്ങ സെർച്ച് ചെയ്യാൻ? ഡയറി കണ്ടപ്പോൾ എടുത്തു നോക്കി. അപ്പോഴേക്കും നീ വരച്ചു വച്ചിരുന്ന ഒരു ചിത്രം കണ്ടു. അപ്പോൾ മനസ്സിലായി ഞാൻ അത് എടുക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ കൊണ്ടുവച്ചതെന്ന് ലല്ലു പറഞ്ഞു. നിങ്ങൾക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. നിങ്ങളുടെ ഒപ്പം ഞാനും താഴെ തന്നെ ആയിരുന്നില്ലേ ഇത്രയും നേരം? ഇതിനിടയിൽ പിന്നെ ഞാൻ എന്ത് മാജിക്ക് കാണിക്കാനാ? ഇത്രയ്ക്ക് ക്രൂരനാകരുത് നിങ്ങൾ. അതും പറഞ്ഞ് കല്ലു ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി. ലല്ലു അവളെ ഒന്ന് നോക്കിയിട്ട് ഡോർ അടയ്ക്കാൻ തുടങ്ങിയതും ഗായത്രി അങ്ങോട്ട് വന്നു. ചേട്ടാ, ഈ പാൽ കല്ലുവിന് കൊടുക്കുവോ? ഗായത്രി പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി പറഞ്ഞു. ലല്ലു ചിരിയോടെ അത് വാങ്ങി.
ഇതെന്താ അവൾക്ക് മാത്രം പാൽ, എനിക്കില്ലേ? ലല്ലു തമാശ പോലെ ചോദിച്ചു. അയ്യോ, ഏട്ടന് വേണോ? കല്ലു ആഹാരം നേരെ കഴിച്ചില്ല, അതുകൊണ്ട് അപ്പച്ചി തന്നുവിട്ടതാണ്, ഗായത്രി പറഞ്ഞു. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ അവൾക്കിത് കൊടുത്തേക്കാം. ലല്ലു ചിരിയോടെ പോയി. അപ്പോൾ തന്നെ ഗായത്രി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. ലല്ലു പാൽ ഗ്ലാസും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. ആ, നിന്റെ ആരെങ്കിലും ആകാശത്ത് വന്നിരിപ്പുണ്ടോ? കുറച്ചു നേരമായല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് പറയുന്ന ലല്ലുവിനെ ദേഷ്യത്തിൽ നോക്കി കല്ലു. ദാ, മോള് നേരെ ആഹാരം കഴിച്ചില്ല പോലും, അതുകൊണ്ട് എന്തൊക്കെയോ പ്രോട്ടീൻ നിറച്ച പാൽ, ലല്ലു അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കല്ലു പാൽ വാങ്ങാൻ കൈ നീട്ടിയതും ലല്ലു അത് കുടിച്ചു. കല്ലു അവൻ്റെ ആ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഞെട്ടലായിരുന്നു. പിന്നെ നിനക്കിനി പാൽ? വേണേൽ കിടന്നുറങ്ങാൻ നോക്കടി. ആഹാരം ഉണ്ടായിട്ട് കഴിക്കാൻ വയ്യായിരുന്നല്ലോ. തൽക്കാലം കഴിച്ചതൊക്കെ മതി. നിനക്ക് കൂടുതൽ ആഹാരം ഇറങ്ങിയാൽ എല്ലിൻ്റെ ഇടയിൽ കുത്തും. ലല്ലു ഗ്ലാസ് അവളെ ഏൽപ്പിച്ചു പോയി. ഈ മനുഷ്യൻ എന്നാ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത്? അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു അവൻ്റെ പിന്നാലെ മുറിയിലേക്ക് പോയി. ഞാനത് പാലിൽ കലക്കി കൊടുത്തു. എനിക്ക് മറ്റൊന്നും വേണ്ട. ഈ രാത്രി എല്ലാ അർത്ഥത്തിലും അയാൾ എൻ്റെ ആകണം, എൻ്റെ മാത്രം, അവൾ പറഞ്ഞു. നിനക്കെന്നെ വിശ്വാസമില്ലേ? എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കും. അത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ടാക്കി. അയാളുടെ ചുണ്ടിൽ ഇരയെ വലയിൽ വീഴ്ത്തിയ ഒരു പുഞ്ചിരിയായിരുന്നു. നിന്റെ കുഞ്ഞു പെങ്ങളുടെ കരച്ചിൽ എൻ്റെ ചെവിയിൽ മുഴങ്ങും. അന്ന് നിന്റെ പെങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ മുന്നിൽ വന്ന് യാചിക്കും. അന്ന് അവൾ എൻ്റെ കൈകൊണ്ട് പിടഞ്ഞു തീരും. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം ആരുമില്ലാതെ അവൻ സ്വയം തീർത്ത ഇരുട്ടിനുള്ളിൽ അവൻ ഒളിക്കുമ്പോൾ അവൻ്റെ പക എരിഞ്ഞുകൊണ്ടേയിരുന്നു. ആ പക പലരുടെയും ജീവിതം മാറ്റിമറിക്കുന്നതാണെന്ന് കാലം തെളിയിച്ചു. ഒപ്പം പലരുടെയും ജീവൻ പൊലിഞ്ഞതിനും ഈ കാലം തന്നെ സാക്ഷി. രുക്കു മുറിയിൽ വരുമ്പോൾ ദേവ നല്ല ഉറക്കമായിരുന്നു. ഡോർ അടച്ചു ഫ്രഷായി വന്നു. അവൻ്റെ അടുത്ത് പോയിരുന്നു. അവൻ്റെ തലയിൽ പതിയെ തലോടി. അവനൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു. രുക്കു അവൻ്റെ അടുത്തേക്ക് കയറി കിടന്നു. അവളുടെ ഉള്ളിൽ എന്തിനോ വേണ്ടി ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു. കല്ല് മുറിയിലെത്തുമ്പോൾ ലല്ലു തലയിൽ കൈതാങ്ങി ഇരിപ്പുണ്ട്. അവൾ ബാൽക്കണി ഡോർ അടച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? തലവേദനയാണോ? ബാം വേണോ? അവൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ മുഖമുയർത്തി അവളെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഷെൽഫിൽ നിന്ന് ബാം എടുത്ത് തിരിഞ്ഞതും ലല്ലു അവളെ പിറകിൽ നിന്ന് പുണർന്നു കഴുത്തിൽ മുഖം പൂഴ്ത്തി. കല്ലു ഞെട്ടിക്കൊണ്ട് അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അവളെ അവനോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. എങ്ങോട്ടാ പോകുന്ന നീ? എന്നും എൻ്റെ കൈക്കുള്ളിൽ നിൽക്കാനല്ലേ ആഗ്രഹം നിനക്ക്? അവൻ്റെ ശബ്ദത്തിലെ മാറ്റം, അവൻ്റെ ഈ ഭാവം, അതൊക്കെ കല്ലുവിന് പുതുമയുള്ളതായിരുന്നു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്നോട് ദേഷ്യമാണോ? അവളെ അവനെ അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ കവിളിൽ കൈചേർത്ത് ചോദിച്ചു. എന്നെ കളപ്പിക്കുകയാണോ? അതോ എന്നോട് ശരിക്കും ഇഷ്ടമാണോ? അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എൻ്റെ ജീവനല്ലേടി. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവളെ നെഞ്ചോട് ചേർത്ത് ചോദിച്ചു. അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയുന്ന പെണ്ണിനെ അവൻ അവനിലേക്ക് അമർത്തി പിടിച്ചു. മതി, ഈ കണ്ണുകൾ ഇനി നിറയരുത്. ചെയ്തുപോയ എല്ലാ തെറ്റിനും മാപ്പ്. അവളെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി അവൻ പറഞ്ഞു. എനിക്ക് ഇത് മതി. എൻ്റെ സ്നേഹം സത്യമാണെന്ന് ഏട്ടൻ അറിഞ്ഞല്ലോ, അത് മതി എനിക്ക്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കത് പോരല്ലോ, അവളെ അരയിലൂടെ ചേർത്ത് പിടിച്ച് അവൻ അവളുടെ കാതോരം പറഞ്ഞു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. പിടയ്ക്കുന്ന മിഴിയോടെ അവൾ അവനെ നോക്കി. എനിക്ക് വേണം ഈ സുന്ദരി പെണ്ണിനെ മുഴുവനായി. ഈ രാത്രി നമുക്ക് പ്രണയിക്കാനും കാമിക്കാനും ഉള്ളതാണ്. എന്നിലെ അസുരനെ അറിഞ്ഞ നീ എന്നിലെ കാമുക ഭർത്താവിനെ അറിയണം. ഈ രാത്രി അതിനുള്ളതാണ്. കല്ലുവിൻ്റെ ശരീരം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. കല്ലു അവളെ അവനോട് ചേർത്ത് പിടിച്ചു ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ അവളുടെ ശരീരമാകെ വിയർത്തു തുടങ്ങിയിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ മുത്തി. കല്ലുവിൻ്റെ കണ്ണുകൾ എന്തെന്നറിയാതെ നിറഞ്ഞു. ലല്ലു അവളുടെ കണ്ണിലും കവിളിലും ചുംബിച്ചുകൊണ്ട് ഒടുവിൽ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി. ഒടുവിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു പരസ്പരം നഗ്നത പ്രാപിച്ചുകൊണ്ട് അവൾക്കുമേൽ അവൻ്റെ മേൽക്കോയ്മ ആധിപത്യം സ്ഥാപിച്ചു. അവളുടെ ഉടലാകെ ലല്ലുവിൻ്റെ കൈകളും ചുണ്ടും നാവും അലഞ്ഞു. തുടക്കം തഴുകി തലോടിയായിരുന്നു അവൻ അവളിലേക്ക് അടുത്തതെങ്കിലും ഒടുവിൽ അവളുടെ ശരീരത്തെയും അവൻ വേദനിപ്പിച്ചു. തൻ്റെ ശരീരത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആഴ്ന്നിറങ്ങുന്നവൻ്റെ നാവിൽ നിന്ന് പ്രണയത്തോടെ കാമത്തോടെ വീണ പേര് ആ പെണ്ണിനെ ഉടലോടെ താഴ്ത്തിയിരുന്നു. തനു, അവനൊന്ന് വെട്ടിവിറച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറിക്കിടന്നു. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും ലല്ലു ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. രാവിലെ ദേവ ഉണരുമ്പോൾ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന രുക്കുവിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ ദേഷ്യത്തിൽ അവളെ ചവിട്ടി താഴെയിട്ടു. പൂർണ്ണനഗ്നയായി താഴേക്ക് വീണ രുക്കുവിനെ കണ്ട് ദേവ പെട്ടെന്ന് മുഖം തിരിച്ചു. ഛേ! അവൻ ബെഡിൽ കിടന്ന ഷീറ്റെടുത്ത് അവളുടെ മേലേക്ക് എറിഞ്ഞുകൊടുത്തു.
രുക്കു പെട്ടെന്ന് ശരീരം മുഴുവൻ പുതച്ചുകൊണ്ട് എണീറ്റിരുന്നു. ദേവ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പോയി അവളെ പിടിച്ചു എണീപ്പിച്ചു. നീ കണ്ട സിനിമയും സീരിയലും കണ്ട് അതുപോലെ ഓരോ നമ്പറുമായി എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ. രുക്കു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പോ ദേവേട്ടന് ഒന്നും ഓർമ്മയില്ലേ ഇന്നലെ? രുക്കു കണ്ണു നിറച്ച് അവനോട് ചോദിച്ചു. നിർത്തടി, ഇന്നലെ ഒരു കോപ്പും നടന്നിട്ടില്ല. എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് പോലും നിന്നെപ്പോലെ ഒരു പന്ന മോളുടെ അടുത്തേക്ക് ഞാൻ വരില്ല. അപ്പോഴല്ലേ അറിയാതെ. ദേ ഇതുപോലെ ഓരോ നാടകം കളിച്ച് എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ. പോയി ചത്തുകൂടി ഇങ്ങനെ സ്വയം നാണം കെട്ട് നടക്കാതെ. ദേവ അവളെ നോക്കി വെറുപ്പോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. ദേവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്നലെ ഒന്നും നടന്നില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ കുടിച്ചു ബോധമില്ലാതെ എന്തൊക്കെയാണ് പറഞ്ഞത് കാണിച്ചത് എന്നൊന്ന് ഓർത്തു നോക്കൂ, രുക്കു ദേഷ്യത്തിൽ പറഞ്ഞു. ദേവ അവളെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു. നീ എൻ്റെ മുന്നിൽ കൂടെ തുണിയില്ലാതെ നടന്നാൽ പോലും എനിക്ക് നിന്നോട് ഒരു വികാരവും തോന്നില്ല. പിന്നെ എനിക്ക് ബോധം പോകാൻ ഞാൻ ഒരു തുള്ളി പോലും ഇന്നലെ കുടിച്ചിട്ടില്ല. നീ കൊണ്ടുവന്ന ഒരു ഗ്ലാസ് പാൽ കുടിച്ചു, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ബോധമില്ലാത്ത ഞാൻ നിന്നെ എന്ത് ചെയ്യാനാടി? നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അടുത്തേക്ക് വരരുത്. ഇത് സൂര്യദേവാണ്. അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കുളിക്കാനായി കയറിപ്പോയി. രുക്കു ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞടിച്ചു. ദേവ കുളിച്ചു ഫ്രഷായി താഴേക്ക് പോയി. എന്നിട്ടും രുക്കു അതേ ഇരിപ്പ് തന്നെയായിരുന്നു. ദേവയുടെ ഉള്ളിൽ അവളോടുള്ള വെറുപ്പ് കൂടി വന്നു. ദേവ താഴേക്ക് പോയതും രുക്കു ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, രുക്കു ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ തരുണി ഒരു ദേഷ്യം? പ്ലാനിങ് എല്ലാം നല്ലതുപോലെ നടന്നില്ലേ? അവൻ ചിരിയോടെ ചോദിച്ചു. ഒരു കോപ്പും നടന്നില്ല. പാൽ കുടിച്ചു, അപ്പോൾ തന്നെ നന്നായി ഉറങ്ങി, അതാ സംഭവിച്ചത്, രുക്കു ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ചിരി മാഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. ഒന്നുകിൽ ആ പാലായിരിക്കില്ല അവൻ കുടിച്ചത്, അല്ലെങ്കിൽ നീ പൊടി ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കലക്കിയത്, അവൻ പറഞ്ഞു. ഞാനത് നീ പറഞ്ഞ പോലെ തന്നെയായിരുന്നു മിക്സ് ചെയ്തതും ദേവേട്ടന് കൊടുത്തതും, രുക്കു ഉറപ്പിച്ചു പറഞ്ഞു. എന്നാ ഞാൻ കുറച്ചുകൂടെ പൊടി തന്നാലോ? അവൻ പറഞ്ഞു. മണ്ടത്തരം വിളിച്ചു പറയല്ലേ. ഇന്നലെ കൊണ്ട് ആ മനുഷ്യൻ എന്നോടുള്ള വെറുപ്പ് കൂടി. ഇച്ചിരി വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതും പോയി. അതുകൊണ്ട് ഞാനിനി പച്ചവെള്ളം കൊടുത്താൽ പോലും അയാൾ കുടിക്കില്ല, ഉറപ്പാ, രുക്കു പറഞ്ഞു. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ ഇന്ന് നടന്നത് മറന്നുപോയതാണെന്ന് വരുത്തി തീർത്താലോ? അവൻ കുടിലതയോടെ പറഞ്ഞു. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല, രുക്കു ചോദിച്ചു. അയാൾ ചിരിയോടെ മനസ്സിലുണ്ടായിരുന്ന ഓരോ പ്ലാനും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് രുക്കുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഓക്കെ, ഞാൻ എന്തായാലും നാളെ വൈകുന്നേരം അങ്ങോട്ട് വരാം, രുക്കു അത് പറഞ്ഞു കോൾ കട്ടാക്കി. നിങ്ങൾ എൻ്റെ മാത്രമാകാൻ, എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്തും ചെയ്യും ദേവേട്ട, രുക്കു പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞ് ഫ്രഷാകാൻ പോയി. ലല്ലു രാവിലെ ഉണരുമ്പോൾ തല വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി അവന്. രാത്രി ആ പാൽ കുടിച്ച് മുറിയിൽ വന്നത് മാത്രം ഓർമ്മയുണ്ട് ലല്ലുവിന്. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്ലു കുളി കഴിഞ്ഞിറങ്ങി വന്നത്. ലല്ലു മുഖമുയർത്തി അവളെ നോക്കി. അവളുടെ മുഖവും കണ്ണുമൊക്കെ വീങ്ങിയിരിപ്പുണ്ട്. അവൻ അവളെ സംശയത്തിലൊന്ന് നോക്കി. നിനക്കെന്താ, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് നോക്കി. ചെറിയ തലവേദന. ഞാൻ ചായ എടുക്കാം, കല്ലു അതും പറഞ്ഞ് വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങി. കൺമയി അവിടെ ഒന്ന് നിന്നേ. അവളൊന്ന് നിന്നു. ഈ ഷീറ്റ് മാറ്റിയേക്ക്. താൻ പീരീഡ്സ് ആയതിൻ്റെ പാഡൊക്കെ ഈ ബെഡ്ഷീറ്റിലുണ്ട്. അവൻ അതും പറഞ്ഞ് ടവലെടുത്ത് ബാത്റൂമിൽ കയറി. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ഇത്രയും നാൾ കാത്തുവച്ച കന്യാകത്വം ഇന്നലെ ആ മനുഷ്യന് മുന്നിൽ വെളിവായതിൻ്റെ തെളിവായിരുന്നു ആ ചോരത്തുള്ളികൾ. അവന് തലേ ദിവസം നടന്നതൊന്നും ഓർമ്മയില്ലെന്ന സത്യം കല്ലുവിന് മനസ്സിലായി. അവളുടെ ഉള്ളിലെ വേദന കൂടി. അവൾ ആ ഷീറ്റ് എടുത്തു മാറ്റിയിട്ട് മറ്റൊരെണ്ണം വിരിച്ചു താഴേക്ക് പോയി. മോൾ എന്താ എണീക്കാൻ വൈകിയേ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? കല്ലു അടുക്കളയിലെത്തിയതും ജാനകി സംശയത്തിൽ അവളെ തലോടി ചോദിച്ചു. ചെറിയ തലവേദന അമ്മേ, വേറെ പ്രശ്നമൊന്നുമില്ല, കല്ലു ചിരിയോടെ പറഞ്ഞു ചായ എടുത്തു. മോള് ദാ മോന് ഈ ചായ കൊണ്ട് കൊടുക്ക്, ജാനി കല്ലുവിൻ്റെ കയ്യിലേക്ക് ലല്ലുവിനുള്ള ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു. കല്ലു അതും വാങ്ങി ഹാളിലെത്തിയതും ലല്ലു അവിടെ എത്തിയിരുന്നു. ദാ ചായ, കല്ലു അവന് നേരെ ചായ നീട്ടി. ലല്ലു അവളെ ഒന്ന് നോക്കിയിട്ട് ചായ വാങ്ങി. നിനക്ക് തലവേദന കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി ലല്ലുവിന്. കല്ലു അത്ഭുതത്തോടെ അവനെ നോക്കി, പിന്നെ പുഞ്ചിരിച്ചു. മനസ്സിലുള്ള മുറിവിൻ്റെ അത്ര വേദനയില്ല ഈ തലവേദനയ്ക്ക്, അത് മാറിക്കോളും. അവൾ അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. നിന്നെ ഒരിക്കലും ഒരു ഭാര്യയായി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ എനിക്കാവില്ല കൺമയി. അനിയത്തിയുടെ ജീവിതം നേരെയാകാൻ ഞാൻ നിന്റെ ജീവിതം ബലി നൽകി, അവൻ മനസ്സിൽ പറഞ്ഞു. ദേവ താഴേക്ക് വരുമ്പോൾ കല്ലുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ലല്ലുവിനെയാണ് കണ്ടത്. എന്താ ഏട്ടാ അവളെ തന്നെ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് ദേവയുടെ ശബ്ദം കേട്ടപ്പോൾ ലല്ലു ചെറുതായൊന്ന് ഞെട്ടി. ഞാൻ വെറുതെ. അല്ല, ഇന്ന് സൂര്യ ഓഫീസിൽ പോകുന്നില്ലേ? ലല്ലു ചായ കുടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇന്ന് നിങ്ങൾ രണ്ടാളും ഉള്ളതല്ലേ, അതുകൊണ്ട് ലീവാക്കി, ദേവ പറഞ്ഞു.
എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സൂര്യ. നമുക്കൊന്ന് തൊടിയിലേക്ക് ഇറങ്ങിയാലോ? ലല്ലു ചോദിച്ചു. പിന്നെന്താ? ദേവ ചിരിയോടെ പറഞ്ഞു. ലല്ലു ഗ്ലാസ് ടേബിളിൽ വെച്ച് ഫോണും കയ്യിലെടുത്ത് ഇറങ്ങി. ദേവ പിന്നാലെയും. കല്ലുവിനെ എന്തോ പറഞ്ഞ് കളിയാക്കി ദേവ ലല്ലുവിൻ്റെ ഒപ്പം സംസാരിച്ച് തൊടിയിലേക്ക് ഇറങ്ങി. എന്താ ഏട്ടാ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? കുറച്ചു സമയം രണ്ടുപേരും ചുറ്റും നോക്കി നിന്നു. പിന്നെ ദേവ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നമാണല്ലേ? ലല്ലു അവനെ നോക്കി ചെറുചിരിയോടെ ചോദിച്ചു. ദേവ എന്ത് പറയണമെന്നറിയാതെ നോക്കി. പിന്നെ സത്യം പറയാൻ തീരുമാനിച്ചു. എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ ഇതുവരെ ആയിട്ടില്ല ഏട്ടാ. ഞാനതിന് ശ്രമിക്കാഞ്ഞിട്ടല്ല. അവളായി തന്നെ അവളോടുള്ള എൻ്റെ വെറുപ്പ് കൂട്ടുന്നതാണ്. ഇന്നലെ തന്നെ അവൾ എന്താ കാണിച്ചതെന്ന് അറിയോ? ഒരേട്ടനോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പറയാം. ദേവ രാവിലെ രുക്കു നടത്തിയ നാടകം മുഴുവൻ പറഞ്ഞു. ലല്ലുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സൂര്യ, എൻ്റെ അനിയത്തി ചെയ്തത് തെറ്റ് തന്നെയാണ്. അവളെ ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല. അവളെല്ലാം ചെയ്തു കൂട്ടുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് നിനക്കറിയാം. ആ ഇഷ്ടം നീ മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും നിങ്ങൾക്കിടയിലെ. ദേവ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ലല്ലു അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഞാൻ ശ്രമിക്കാം ഏട്ടാ. എനിക്ക് സമയം വേണം അവളെ ഉൾക്കൊള്ളാൻ, ദേവ പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലേ? അതെന്ന് ഏട്ടൻ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അവൾ ഏതാണ്ട് തരുണിയെപ്പോലെയാണ്. ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ഓരോന്ന് കാണിക്കും. പക്ഷേ ഇതുപോലെ വാശി പിടിച്ച് അത് നേടാൻ നിൽക്കില്ലെന്ന് തോന്നുന്നു, ദേവ ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും എന്തോ വേണ്ടി ലല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ! പെട്ടെന്ന് വീട്ടിൽ നിന്നുള്ള നിലവിളി കേട്ട് ലല്ലുവും ദേവയും പരസ്പരം നോക്കി. പിന്നെ രണ്ടുപേരും വീട്ടിലേക്ക് ഓടി.